അധിപതിരാസന വൈദിക സെക്രട്ടറി റവറൻ ജോൺ മാത്യു അച്ഛൻ പ്രാർത്ഥിച്ച് ഈ യോഗ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ നല്ല പകൽവേളയിൽ പ്രകാരം ഒരു കൂടി ഒരു വിളകരായിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തുന്ന വലിയ കൃപക്കാതെ സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ 21-ാമത് ജ്ഞാന സ്നാനത്തിൻ്റെ ദിനമായിരിക്കുന്ന ഇപ്പോൾ കാലം കർത്താവേ, അത് സഭയായി ഈ വലിയ സന്തോഷത്തിൽ പങ്കാളിത്തം വഹിപ്പാൻ ഞങ്ങൾക്ക് നൽകിത്തുന്ന വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ പോൽക്കാലം മീറ്റിംഗിൻ്റെ പ്രസവയ്ക്ക് നിങ്ങൾ ശ്രേഷ്ഠദാസന് ദൈവാക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാ പ്രോഗ്രാമിലും അതിലായിരിക്കുന്നവരുടെ പ്രദാസനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോമാർക്ക് സന്ദേശം നൽകുവാൻ ദാസനൊക്കെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്താട്ടെ. ഈ പോൽക്കാലം കൂടി ഓരോ സഭകളെയും ദൈവാക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ പേരുവരായി ദൈവാക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ സാന്നിധ്യം കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ആദ്യോടൊപ്പം വരെ ഞങ്ങൾ ഒന്നിക്കുകയും അനുഗ്രഹത്തിൽ നല്ല വഴികൾക്ക് കർത്താവ് ഞങ്ങൾക്ക് നൽകി ഈ പോൽക്കാലം സ്വർഗ്ഗം നിങ്ങൾ അനുഗ്രഹിക്കണമെന്നോർത്ത് അങ്ങോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമായ കർത്താവ് ചെയ്യുന്നതിൻ്റെ സ്തോത്രം സർവ്വേശ്വരന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വാർത്താ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുക മരാമൻ ഭദ്രാസനത്തിന്റെ ഉപാധ്യക്ഷനും കോർപ്പറേറ്റ് സ്കൂളുമാവുന്ന ഗവർണർ ഫാദർ തോമസ് നെടുമലച്ചനും ക്ഷണിച്ചു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ പീഡനത്തിൻ്റെ അളവ് എത്രയെന്ന് വിശുദ്ധ ദൈവത്താനിലൂടെ നമുക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കാണുവാൻ തക്കവണ്ണം ഇടയായില്ല, പക്ഷേ നമ്മളത് പലരുടെയും അറിവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മനുഷ്യനെ മൃഗതുല്യമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനെ മനുഷ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണം ഒരുപക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുക, ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുകയാന്ന് പറഞ്ഞതായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാ ഈ അടിസ്ഥാന വർഗത്തിന്റെ നിലവിളി തമ്പുരാൻ കേട്ടു. അതിന്റെ പരിണിത ഫലമാണ് ആംഗ്ലിക്കൻ മിഷണറിമാർ കേരളത്തിൽ ഉൾപ്പെടെയുള്ളതായ സ്ഥലങ്ങളിൽ കടന്നു വരുവാനും നമുക്കൊക്കെയും ന്യായമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും ആഹാരം കഴിക്കാനും ഒക്കെ ഉള്ളതായ സാഹചര്യം ഉണ്ടാകുവാനിടയായതായ സന്ദർഭമാണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. അവിടുന്നൊക്കെയും ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ എത്രയേറെ മെച്ചപ്പെട്ടു, അനുഗ്രഹീതമായ തലമുറയായി മാറുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസം ലഭിച്ചു, ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെയുള്ളതായ കൃഷിയിടങ്ങൾ, നല്ല ജോലികൾ, ഇതൊക്കെയും നമ്മളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രിയ ആബേൽ പിതാവിൻ്റെ ജ്ഞാനസ്നാനത്തോടനുബന്ധിച്ചുള്ളതായ സാഹചര്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാൻ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ യോഗ അധ്യക്ഷൻ മാരാമൺ ഭദ്രാസനത്തിൻ്റെ കോറപ്പിസ്കോപ്പ് റവറൻ ഡോക്ടർ തോമസ് നെടുമലയച്ചനെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പ്രഭാഷകനായി കടന്നു വരുന്നതായ ഏറ്റവും ബഹുമാനമുള്ളതായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം സാറിനെയും ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്.
അതിഭദ്രാസന വൈദിക സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോൺ മാത്യു അച്ഛനെ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. മാരവൺ ഭദ്രാസനത്തിന്റെ മുൻ വൈദിക സെക്രട്ടറി റവറൻഡ് ജോയ്സി അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സീനിയർ സഭാപ്രവർത്തകരായിരിക്കുന്ന തമ്പാൽ സാറ്, ജോർജ് സാറ്, CC മാത്യു സാറ്, തമ്പാൻ സാറ്, കൊച്ചുമോൻ സാറ്, ശ്രീ സാറ്, ജോമോൻ സാറ്, ജോയ് സാറ്, പിന്നെ നമ്മുടെ അൽമായ സെക്രട്ടറി അവിടെ സന്തോഷ് സാറ്, ശേഷം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതായ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യോഗത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഭദ്രാസനത്തിന്റെ പേരിലുള്ളതായ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട മാരാമൺ ഭദ്രാസന വൈദിക സെക്രട്ടറി ജോൺസൺ വെളിയച്ചൻ, കേന്ദ്ര ഭദ്രാസന വൈദിക സെക്രട്ടറി ജോൺ മാത്യു അച്ഛൻ, മുൻ വൈദിക സെക്രട്ടറി ആയിരുന്ന ജോയ്സി അച്ഛൻ, PT ജോൺ സാറ്, തോമസിക്കാന്, മറ്റ് കടന്നു വന്നിരിക്കുന്ന സഭാ ശുശ്രൂഷകര്, കടന്നു വന്നിരിക്കുന്ന സഭാ വിശ്വാസികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. വിശുദ്ധനായ കൈപ്പറ്റ ഹാബേൽ പിതാവിന്റെ ജ്ഞാനസ്നാന ദിനമായ ഇന്ന് ആ ഓർമ്മയെ പുതുക്കി ജീവിതത്തിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടേതായ കടമ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. 1854 CMS മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അടിമത്തത്തിൽ നിന്നും ചരിത്രം പറയുന്നത് മിഷണറിമാരുടെ പ്രവർത്തന കാലഘട്ടത്തില് തിരുവല്ല താലൂക്കിൽ ഉൾപ്പെട്ട മല്ലപ്പള്ളിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഒരു പറ്റം അടിമവർഗക്കാരായ കറുത്ത ആൾക്കാര് ജോലി ചെയ്യുന്നത് കണ്ട് അവരുടെ ഇടയിൽ മിഷണറി പ്രവർത്തനം നടത്തുവാൻ മിഷണറിമാര് തയ്യാറായി. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് കൈപ്പറ്റയിലുള്ള ഒരു കുടുംബത്തെ ദൈവ സാന്നിധ്യമുള്ളവരാക്കി തീർക്കുവാനിടയായി തീർന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നു, ദൈവത്താൻ എന്ന പേരുള്ളതായ ഒരു വ്യക്തിയെ മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മാമോദീസ മുക്കി ഹാബേ എന്ന പേര് ആക്കി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ദൈവത്താൽ അതും പേര് മാറ്റി എന്ന് കാണുവാൻ കഴിയുന്നു. 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരുടെയും പേരുകൾ മാറ്റി ക്രിസ്തീയമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ CMS മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. ആ പ്രിയ പിതാവിനെ ആംഗ്ലിക്കൻ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ 171ാമത് ഓർമ്മ ആചരിക്കുന്ന ഈ ദിനം ആ നല്ല പാതയിലൂടെ പിൻപറ്റുവാൻ നമ്മുടെ ഭദ്രാസനത്തെ, സഭാവിശ്വാസികളെ എല്ലാവരെയും സർവേശ്വരനായ ദൈവം ബലപ്പെടുത്തട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ആശംസ അറിയിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട PT ജോൺ സാറിനെ ക്ഷണിക്കുന്നു. ഇപ്പോ ഇവിടുത്തെ മുൻ സഭാപ്രവർത്തകർ, ഈ കല്ലുപ്പാറ സഭയിലെ ഒരു മുൻ സഭാപ്രവർത്തകർ
അദ്ദേഹം തിരുമൂല സ്കൂളിലാണ് പഠിക്കാൻ വരുമ്പോൾ തലയാർ എന്ന് പറയുന്ന തലയാർ അവിടുത്തെ നായർ സമുദായക്കാർ അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ വലിച്ച് വാർത്തക്ക് നീ എന്നെ കളക്ടറാകാൻ പിന്നെ കരിമ്പിന്റെ തലക്കം കരിമ്പൊക്കെ എൻ്റെ തലക്കം പെറുക്കി സ്ത്രീകൾ വരുന്നുണ്ട്, അവർക്ക് ജോലിക്ക് വേണ്ടി ഇതെല്ലാം പെറുക്കി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാഠപുസ്തകം വലിച്ചെറിഞ്ഞു അദ്ദേഹത്തിന്. അപ്പോ സ്കൂളിൽ പോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം തിരുമൂല വന്ന് അവിടെ പിറ്റേ ദിവസം വേറൊരു വഴിയായിട്ട് തിരുമൂല വന്ന് അവിടെ മിഷണറിമാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, മിഷണറിമാരുടെ വാഹനത്തിൽ വന്ന് ഈ നായന്മാരെ അടിക്കുകയൊക്കെ ചെയ്ത് ഇനി മേലിൽ എൻ്റെ ജനത്തെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെയാണ് പഠിച്ച് അധ്യാപകനാകുകയും പിന്നെ സഭാ ശുശ്രൂഷകനായി ഈ സഭയിൽ ഇരുന്നിട്ട് ഒട്ടേറെ വേദനകൾ അനുഭവിച്ചതാണ് നമ്മൾ. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്കറിയാം 1836 മിഷണറിമാർ സിറിയൻ ക്രിസ്ത്യനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് അവരെ മല്ലപ്പള്ളി കേന്ദ്രമായി പിന്നെ സുവിശേഷ പ്രവർത്തനം നടക്കുന്നു. ആദ്യം വരുന്ന 1856 റെഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു മിഷണറി മല്ലപ്പള്ളിയിൽ വരികയും ജോർജ് മാത്തച്ഛനെ കാണുന്നു. അച്ഛനുമായി ചേർന്ന് എങ്ങനെ സുവിശേഷ പ്രവർത്തനം നടത്താം എന്നവർ ആലോചിച്ചു. അതിനുശേഷം വീണ്ടും തിരുമൂല പോയി മിഷണറിയെ കണ്ട് ഒരു താൽക്കാലികമായ ഷെഡ് ഉണ്ടാക്കി. അതിന് അടിമ സ്കൂൾ എന്നാണ് പറഞ്ഞത്. അത് 1856 8 തീയതി അത് തീ വെച്ച് കളഞ്ഞപ്പോ അന്നുള്ളതായ പ്രായമുള്ള ആളുകൾ ഈ ചാരമെല്ലാം കൂടെ കൂട്ടിവെച്ച്, ഈ മല്ലപ്പള്ളി കൈപ്പറ്റുന്ന സംഭവമാണ്, ചാരം കൂട്ടിവെച്ചിട്ട് അവർ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. അതാണ് സീസയുടെ പഴയ പള്ളിയും. ഇവിടെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവരവിടെ ഷെഡുണ്ടാക്കിയിട്ട് 30 പേരെ കൂട്ടിവരുത്തി. 30 പേരെ കൂട്ടിവരുത്തിയതിൽ 8 പേരെയാണ് ആദ്യം സ്ഥാനപ്പെട്ടത്. അതിൽ ആബേലിന്റെ പേര് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. 7 പേര് പരാമർശിക്കുന്നില്ല. അപ്പോ 30 പേരെ കൂട്ടിവരുത്തിച്ച് 8 പേരെ ജ്ഞാനസ്നാനം. ഏറ്റവും പ്രധാനിയായിരുന്നു വിശുദ്ധ ഹാബേൽ. അതിന്റെ പരമ്പരയാണ് നാം ഇവിടെ. ഇപ്പോ അവിടെ ഈ സ്കൂളുകൾ ഈ വെച്ച് കഴിഞ്ഞപ്പോ പലരും പിന്മാറിപ്പോയി. കാരണം ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല, ഇവർ ഞങ്ങളെ മർദ്ദിക്കും എന്നൊക്കെ ഭയപ്പാടുണ്ടായി. ഈ ഭയപ്പാടുണ്ടായപ്പോ ജോർജ് മാത്തച്ഛനും ഈ മിഷണറി ഒക്കെ വീണ്ടും നമ്മുടെ ജനത്തെ എല്ലാം കൂടെ കൂട്ടിവരും. അങ്ങനെയാണ് പ്രാരംഭമായ ആരാധന. നമുക്കറിയാം, മിഷണറിമാരുടെ സംഭാവന ഒട്ടും കുറവല്ല. നമ്മളൊക്കെ പാടുന്നുണ്ടല്ലോ, സമയാമൃതത്തിൽ നിന്നുള്ള പാട്ട്. അത് മിഷണറി വന്ന് വി നാഗൽ സാഹിബ് മലയാളം പഠിച്ചിട്ട് അദ്ദേഹം എഴുതിയ പാട്ട് സമയാമൃതത്തിൽ നിന്നുള്ള പാട്ട്. മിഷണറിമാരുടെ സംഭാവന ചെറുതല്ല, ഏറ്റവും വലിയ. അപ്പോൾ വിശുദ്ധ ഹാബേൽ ജ്ഞാനസ്നാനം ഏറ്റതുകൊണ്ട് അത് നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ പേര് നാം ഉച്ചരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമാണ്. കാര്യം ഒരു കാലത്ത് അടിമകളായിരുന്നു. തിരുമൂലപുരത്ത് ആളുകളെ വിൽക്കുന്ന ചന്തയുണ്ടായിരുന്നു. പഠിക്കുമ്പോൾ അപ്പനെ കിഴക്കോട്ടെങ്കിൽ അമ്മയെ പടിഞ്ഞാട്ട്, ആൺമകനെ തെക്കോട്ടെങ്കിൽ പെൺമകളെ വടക്കോട്ട്, ഈ ദിക്കിലേക്കാണ് ഇവരെ വിട്ടുകൊണ്ടിരുന്നത്. വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇല്ലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇല്ലം പഴയ ആളുകൾ ആരും നോക്കാറില്ല. ഇല്ലം എന്ന് വെച്ചാൽ ഇവർ ആങ്ങളെയും പെങ്ങളുമാണ് എന്നറിയാൻ വേണ്ടിയാണ് ഇല്ലമുണ്ടായിരിക്കുന്നത്. അപ്പൊ അപ്പന് 4 ദിക്കിലേക്കും ഇവരെ വിറ്റിരുന്നു. ആ അടിമ സമ്പ്രദായം നിലനിന്നപ്പോ
നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. നമുക്കറിയാം, പാടശേഖരങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവര് പകൽ അന്തിയോളം ജോലി ചെയ്യണം. പകൽ അന്തിയോളം അവർക്ക് ആഭരണം ഇടുവാൻ അനുവാദമില്ല. അഥവാ ചെവിയിൽ ആഭരണം ഇടേണ്ടത് കുരുത്തോല, അതിന്റെ ഒരു ഭാഗം, രണ്ട് ഭാഗമാണല്ലോ, ഒരു ഭാഗം എടുത്ത് ചുരുട്ടിയിട്ട് ഈ കിഴുത്തയ്ക്കകത്ത് കയറ്റി വെക്കണം. ആ കിഴുത്ത വലുതാകും തോറും ഈ ചുരുട്ടിന്റെ ഇല, വലിയ ഇല ഇതിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആഭരണം ഇടാൻ അനുവാദമില്ല, നല്ല വസ്ത്രം ഇടാൻ അനുവാദമില്ല. നല്ല വസ്ത്രം വാങ്ങിയാൽ കരിക്കലത്തിൽ അത് ചുറ്റിയിട്ട് കരിയൊക്കെ ആക്കിയിട്ട് ഉടുക്കാൻ അനുവാദമില്ല. മാറുമറയ്ക്കാൻ അനുവാദമില്ല. സുന്ദരമായി മാറുമറയ്ക്കാൻ അനുവാദമില്ല. പൊതുവഴി ഞാൻ പറഞ്ഞല്ലോ, പൊതുവഴി നിരത്തിൽ കൂടെ നമുക്ക് നടക്കുവാൻ അനുവാദമില്ല. ഈ സാഹചര്യത്തിൽ 1854 സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ മിഷണറിമാര് വിശുദ്ധ ഹാബേലിനെ എട്ട് പേരെ സ്നാനപ്പെടുത്തുകയും അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു വിശുദ്ധ ഹാബേൽ. ഈ ഹാബേലിന്റെ ദിനം ഇന്ന് ഇവിടെ കൊണ്ടാടുമ്പോൾ ഓർക്കുക, മറ്റൊരു വിഷമവും ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാലമുണ്ട്, പാലം. അത് ഇങ്ങനെ ഇരിക്കും, അത് വിടരുമ്പോ അത് ഇങ്ങനെ കൂനമ്പാല. അതെ, വിടരുന്നതിന് മുമ്പ് ഇങ്ങനെ വിടർന്നു കഴിയുമ്പോ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ. എന്നാൽ ഇതിനൊക്കെ മാറ്റം വരണം. തീർച്ചയായും ഞങ്ങളെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച പെരുന്തുരുത്ത് വെച്ച് കൂടിയ മീറ്റിങ്ങിൽ ഇതിലൂടെ അല്പം കൂടെ നന്നായ രീതിയിൽ ഈ ഹാബേൽ ദിനം കൊണ്ടാടുവാനാണ് അടുത്ത വർഷം നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. കടന്നു വന്നിട്ടുണ്ട്, ഓർത്തിട്ട്. അപ്പോ നമുക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കുവാൻ കഴിയില്ല. ഹാബേലിന് നമ്മുടെ അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനിയാണ് വിശുദ്ധ ഹാബേൽ എന്ന പേര് നൽകിയത്. ഇപ്പോ CSI സഭ അദ്ദേഹത്തിന് ഹാബേൽ പിതാവെന്ന പേര് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ അങ്ങേ ആഴ്ചയും 2 ഞായറാഴ്ച അവരുടെ പള്ളിയിൽ പരസ്യം ചെയ്തിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി ഇവിടെ വെച്ച് ഹാബേൽ പിതാവിനെ അനുസ്മരണം നടത്തുന്നുവെന്ന് ഒരച്ഛനോട് സംസാരിച്ചിട്ട് മനസ്സിലാക്കി. അപ്പോ നമ്മളാണ് ഇവിടെ വന്ന് മുൻപേ ഈ പ്രവർത്തനം തുടങ്ങിയത്. ഒരിക്കൽ ഇവിടെ പലരും സമാധാനപ്പെടാൻ ഈ മതിലിനകത്ത് കയറി, മതിലില്ല, അവിടെ വന്ന് ഒരു ദീപശിഖ പ്രയാണം നടത്തി. പിറ്റേ വർഷം വന്നപ്പോഴത്തേക്ക് അവരെ മതിൽ കെട്ടി അടച്ചു. അപ്പോൾ കാരണം ഇനി നമ്മൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരുണ്ട്. നമ്മോട് വീക്ഷിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും മടുത്തു പോകാതെ അടുത്ത വർഷം ഇതിലും മെച്ചമായ രീതിയിൽ വിശുദ്ധ ഹാബേലിന്റെ പിതാവിന്റെ അച്ഛൻ പറഞ്ഞു അനുസ്മരണമല്ല, മരിക്കുന്ന. അപ്പോൾ ആ പിതാവിന്റെ ഓർമ്മകൾ ഒന്നുകൂടെ ജ്വലിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനം നമ്മൾ ഉണ്ടാവണം. പ്രാവശ്യം ഇത്തരം പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇതിനേക്കാൾ ഉപരിയായ പ്രവർത്തനം, അടുത്ത വർഷത്തെ ഒരു സെമിത്തേരിയിൽ രവിപാറയിൽ ചെയ്യുന്നില്ല, രീതി ചെയ്യണമെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, മെച്ചപ്പെട്ട രീതി. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, ഏറ്റവും വലിയ അടിമകളായിരുന്നു നമ്മൾ. നല്ലൊരു ചെരുപ്പിടാൻ അനുവാദമില്ല, ഇന്ന് നല്ല മെച്ചപ്പെട്ട ഷർട്ടിലൊക്കെ ഓർക്കുക. ഒരു കാലത്ത് നല്ലൊരു വസ്ത്രം വാങ്ങിക്കാൻ സാമ്പത്തികമില്ല. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ തോർത്ത്, പറയുന്ന പഴയ തോർത്ത്, ചുറ്റിത്തോർത്ത് കൊടുത്തുകൊണ്ടാണ്. ഇന്ന് ഏത് ഡ്രസ്സ് വേണം കുട്ടികളെ ധരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ചിന്തയില്ല. അത്രമാത്രം നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. അതുകൊണ്ട് വരും നാളുകളിൽ
ആ അനുഗ്രഹത്തിന്റെ അംശങ്ങൾ നാം പേറിക്കൊണ്ട് ആബേൽ പിതാവിന്റെ ഓർമ്മകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ വരും നാളിൽ ഇതിലും കൂടുതൽ ആഘോഷകരമായി പ്രിയ ആബേൽ പിതാവിന്റെ ഓർമ്മകൾ നമുക്ക് അനുസ്മരിപ്പിക്കാം. നമുക്ക് സന്തോഷം അത് നമ്മുടെ ഉള്ളിൽ അത് ഒരിക്കലും കെട്ടുപോകാതിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സമയം അനുവദിച്ചിരുന്ന ഇതിൻ്റെ അധ്യക്ഷങ്ങളായ നന്ദി. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നതിനായിട്ട് റവറൻഡ് ജോയ്സി ജോണച്ചനെ ക്ഷണിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷനും മാരാമൺ ഭദ്രാസനത്തിന്റെ ഉപ അധ്യക്ഷനും ആയ ഉറപ്പിഷ്ടപ്പെട്ട റവറൻഡ് ഡോക്ടർ തോമസ് നെടുമുടി അച്ഛൻ, ഈ യോഗത്തെ അമേരിക്കയിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഭദ്രാസന അധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ മോക്സിസ് പുല്ലോലിക്കൽ തിരുമനസ്, ഭദ്രാസനത്തിന്റെ സഭാ പ്രവർത്തകർ, ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, എല്ലാറ്റിനുമുപരി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ വിശ്വാസികൾ, എല്ലാവർക്കും എൻ്റെ വന്ദനം. വിശുദ്ധനായ കൈപ്പറ്റ ആബേൽ പിതാവിൻ്റെ ഈ ബാപ്റ്റിസ്മൽ സെറമണി 171ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് എല്ലാ വർഷവും 2003 മുതൽ അത് ഓർമ്മിക്കുവാൻ ആംഗ്ലിക്കൻ സഭയ്ക്ക് സാധ്യമായി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഒരു വലിയ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. വിദേശ മിഷണറിമാർ, ക്രൈസ്തവ മിഷണറിമാർ എന്താണ് ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തത്, എന്ത് കാരണത്തിലാണ് ഇവരിവിടെ വന്നത്, അവരൊരു കാര്യവും ചെയ്തിട്ടില്ല, അവരുടെ അജണ്ട മറ്റ് പല രീതികളായിരുന്നു എന്ന് ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പരിസരത്താണ് ഇന്ന് ഇന്ത്യ രാജ്യം നിൽക്കുന്നത്. അവരുടെ പ്രവർത്തനം മതപരിവർത്തനമായിരുന്നു. അവർ കുൽസിത പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തിരുന്നത്. അവർ ചെയ്തത് മറ്റ് തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. എന്നിത്യാദി കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു വലിയ ഗസ്റ്റ് അനിൽ സാറ് കടന്നു വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു. ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പരിസരത്ത് ഇന്ത്യ രാജ്യം നിൽക്കുന്ന ഈ സമയത്ത് മതവിശ്വാസങ്ങൾക്ക് ഹിതകരമല്ലാതെ യാത്ര ചെയ്യുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ എന്താണോ അവർ മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മം, ആ ധർമ്മത്തിനപ്പുറമായിട്ടുള്ളൊരു സർക്കിൾ വരച്ച് ആ സർക്കിളിനകത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ കല്ലൂപ്പാറയുടെ മണ്ണിൽ ഈ പുതുശ്ശേരിക്കകത്ത് ഒരു കൊച്ചു ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇന്ന് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കൈപ്പറ്റ ആബേൽ പിതാവിന്റെ ജ്ഞാനസ്ഥാനത്തിന്റെ ഉന്നതമായിട്ടുള്ളൊരു ദീർഘവീക്ഷണമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ മണ്ണിന്റെ കന്യകാത്വത്തിലേക്ക് ആദ്യത്തെ പാദം പുൽകിയത് നമ്മുടെ പിതാക്കന്മാരുടെ പാദമാണ്. ആ കാലഘട്ടം മുതൽ പലതരത്തിലുള്ള
വൈജാത്യങ്ങളുടെ നടുവിലും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുടെ നടുവിലും ഒരു ഒപ്രസ്ഡ് നാഷണാലിറ്റി ആയിട്ട് സ്റ്റിൽ വി ആർ ലീവിങ് ഒരു വീർപ്പം മുട്ടുന്ന ഒരു സമൂഹമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കും. പിതാവിന്റെ 2003 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കർത്താവിൽ നിദ്രഭാവിച്ച എന്റെ വാത്സല്യ പിതാവിനെ എനിക്ക് ഓർക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല. അദ്ദേഹവും തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സാമുവൽ നെല്ലിക്കാട് എന്ന് പറഞ്ഞൊരു വ്യക്തി വട്ടപ്പാറ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു കല്ല് കൊണ്ടുവച്ച് ഞാനും കൊച്ചു കുഞ്ഞാണ് ഓർക്കുക. 2003 സെപ്റ്റംബർ 6 തിരക്ക് പിടിച്ച ഒരു പന്തൽ ക്രമീകരണമൊക്കെ ATS സ്റ്റാഫിന്റെ ഫ്രണ്ടിൽ നടത്തുന്നു. ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്? മര്യാദയ്ക്ക് നല്ലൊരു പന്തലൊക്കെ ചെയ്യണ്ടേ? അതുവരെ കാണാത്ത ഒരു പ്രത്യേകത. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു വലിയ ഇടിനാദം പോലെ കേട്ട ശബ്ദമാണ് 2003 കൈപ്പറ്റയിലെ ദൈവത്താൻ എന്ന് പറയപ്പെട്ട് ഹാബേൽ എന്ന നാമകരണം ചെയ്യപ്പെട്ട പിതാവിന്റെ കാനോനൈസേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഇതുവരെ ഒരു മനുഷ്യനും സാധിക്കാത്ത ഉന്നതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആംഗ്ലിക്കൻ സഭ മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഫിലിപ്പേ ലേഖനം ഇപ്രകാരം പറയുന്നു, എവരി ബിലീവർ ഈസ് എ സെയിന്റ്. എല്ലാ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും വിശുദ്ധന്മാരാണ്. എങ്കിലും പിതാവ് വാത്സല്യ കൈപ്പറ്റ പിതാവ് കാണിച്ചു തന്ന മാർഗം അദ്ദേഹത്തിന്റെ ക്രൈസ്തവ വൽക്കരണം 171 വർഷം കഴിഞ്ഞ് കേരളത്തിലെ പരിവർത്തന ക്രൈസ്തവ സമൂഹം ഒരു ലക്ഷറിയിലാണ്, ഒരു സുഖകരമായിട്ടുള്ള പാതയിലാണ്, ഒരു സമ്പന്നമായിട്ടുള്ള സാഹചര്യത്തിലാണ്. എന്തിനു പറയുന്നു? ഇപ്പോഴും 2 സെന്റിലും 1 സെന്റിലും 5 സെന്റിലും കോളനിക്കകത്ത് തന്നെയാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവർ. അവർക്ക് യാതൊരു തരത്തിലുള്ള എക്കണോമിക്കൽ സ്റ്റാറ്റസും ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന മറ്റു സമുദായങ്ങളെടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുവാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സഹോദരന്മാർ അഗൗരവനീയ സഹോദരന്മാർ തന്നെയാണ്. നമ്മൾ ഏത് മേഖലയിലേക്ക് കടന്നു പോകുന്നോ, ഏത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നോ, അവിടെയെല്ലാം അടച്ച് നിർത്തപ്പെടുന്ന വാതിലുകൾ നമ്മുടെ സഹോദരന്മാർ സവർണ ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ആ വിഭാഗങ്ങൾ തന്നെ നമ്മുടെ മുൻപിൽ അടച്ചു വെച്ചു. അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളെ ഇടിനാദം പോലെ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ദളിത് ജനത്തിനു വേണ്ടി ഉന്നതമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മധ്യത്തിൽ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകൾ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, തത്വചിന്തകൾ ഈ കാലഘട്ടത്തിൽ ആരെയാണോ വിരളി പിടിപ്പിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ഒരു പരിവർത്തനം ആ കാലഘട്ടത്തിൽ ഒരു മണി മേക്കിംഗ് പ്രോസസ് ആയിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിലും അത് നടക്കുന്നുണ്ട്. ഒരു കാര്യം പത്രോസ് ചോദിച്ചതുപോലെ ഞാൻ ചോദിക്കുക, ഇത്രയും കൂടെ ഇതിന്റെ കൂടെ നടന്നിട്ട് വാട്ട് വിൽ വി ഗെറ്റ്? ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസ് എൻ്റെ എൻ്റെ അമ്മായിപ്പനെ, എൻ്റെ അമ്മായിമ്മ, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ റിസർവേഷൻ, എൻ്റെ സംവിധാനങ്ങൾ എല്ലാം ഞങ്ങൾ ത്യജിച്ചു, നിന്നെ കൂടെ അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഏറ്റവും ജൂനിയറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ പരിവർത്തന ക്രൈസ്തവ നേതാക്കന്മാരോട് ചോദിക്കുകയാണ് യേശുവിന്റെ ഉത്തരം പറയുന്നത്. അത് നമുക്കൊരു വലിയ മാറ്റം ഒരു നേതാവ്, ഒരു മോശയെ പോലെ ഒരു വലിയ നേതാവ് വരട്ടെ. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അറിയട്ടെ എന്ന് മാത്രം ആഗ്രഹം ചെയ്യും. എൻ്റെ വാക്കിന് എല്ലാവരും ധാരാളം. വിശുദ്ധ ഹാബേൽ പിതാവിന്റെ 171 ഓർമ്മദിന കഴിഞ്ഞ നമ്മുടെ വിശിഷ്ടാതിഥിയും
പുതിയ പ്രഭാഷകനുമായ പാസ്റ്റർ അനിൽ കുടിത്തോട്ടം ഞങ്ങൾ വളരെ സ്നേഹിതരും അയൽവാസിയും പല പ്രോഗ്രാമുകളിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും പല പ്രാവശ്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയ പാസ്റ്റർക്ക് ഈ യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ഞാൻ അറിയിക്കുന്നു. എന്നോടനുബന്ധിച്ച് ഈ യോഗത്തിൽ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എത്രയും ആദരണീയനായ തോമസ് അച്ഛൻ യോഗാർത്ഥി, ബഹുമാന്യ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ, ബഹുമാനനായ അവരുടെ ജോയ്സി ജോൺ, ഇവാഞ്ചലിസ്റ്റ് കിറ്റി ജോൺ, ഇവാഞ്ചലിസ്റ്റ് കമ്പാൻ, മറ്റിതര സഹോദരങ്ങൾ ഈ ലൈവിലൂടെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് ഇവിടേക്ക് വരാൻ സാധിച്ചത്. പ്രധാനപ്പെട്ട അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. അച്ഛൻ്റെ അച്ഛൻ്റെ പേരെനിക്ക് അച്ഛനെന്ന് മാത്രമേ എനിക്കറിയില്ല. നിങ്ങളുടെ അച്ഛൻ എന്നാ പറയുന്നത്. അപ്പോൾ ഞാനോർക്ക് ഈ ലിസ്റ്റിൽ അച്ഛൻ്റെ പേരെന്തോന്നൊരു പേര് വന്നു. വയസ്സ് വിളിക്കുന്ന അച്ഛൻ ചേട്ടനും എന്നാണ് അച്ഛൻ്റെ പേരും പേരായിട്ട് മനസ്സിലാക്കിയത്. അതുപോലെ അധ്യക്ഷനായ പ്രയാസൻ ഞങ്ങളും ചിരകാല പരിചിതരും വിശേഷകളിൽ ഒന്നിച്ച് പലയാളത്തിൽ യഹോവ സാക്ഷികൾ ഒഴികെയുള്ള എല്ലാ ക്രിസ്തീയ സഭകളുമാണ് വലിയ സഭകൾ. യഹോവ സാക്ഷികൾ വേറെ പിണക്കമൊന്നുമില്ല, അവർ മനുഷ്യരാണ്. അവരുടെ ഉപദേശമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ അവർ ക്രിസ്തുവിൻ്റെ ദൈവത്വവും വിശുദ്ധ ക്രിയേകത്വവും നിഷേധിക്കുന്നത് അവരോടൊരു കൂട്ടായ്മ കാട്ടി കത്തോലിക്ക സഭയിൽ നിരന്തരം യോഗങ്ങളിൽ അവരുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പോലും പ്രധാന അവസരം അന്നത്തെ തിരുമേനി തന്നിരുന്നു. നല്ല ബന്ധം ഇവരല്ല. ആദ്യം നമ്മുടെ പ്രധാന വിഷയം ഫാദർ അവതരിപ്പിച്ചു. നിത്യവിശ്വാസത്തിന് വെല്ലുവിളികൾ ഉയർന്ന ഒരു കാലഘട്ടത്തിൽ ഈ സെമിനാറിനും ഈ ചിന്തകൾക്കും വലിയ പ്രസക്തി. ഞാൻ അതിലേക്ക് ക്രമേണ വന്നുകൊള്ളാം. ആദ്യം നമ്മുടെ ഈ കാലത്ത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട് കടന്നു പോകുന്നതിൻ്റെ പരിസ്ഥിതികൾ ഒന്ന് വിശകലനം ചെയ്യുന്നു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇന്നും ഈ പഞ്ചായത്തിൽ എനിക്ക് വോട്ട് ചെയ്യാറുണ്ട്. പഞ്ചായത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. അവരിലൊരാൾ ജയിക്കട്ടെ എന്ന് കരുതാറുണ്ട്. കാരണം നമ്മുടെ മനുഷ്യത്വം നിറഞ്ഞൊരു അജണ്ടയോടെ രാഷ്ട്രീയ കക്ഷികൾ മുഖം തിരിച്ചു നിൽക്കുന്നു. അത് തന്നെ പറഞ്ഞ് ആരംഭിക്കും. ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾക്ക് ഒരു അജണ്ടയുണ്ട്. അത് കേരളത്തിൽ അത്ര ശക്തമല്ല ആ അജണ്ട. അവർ അത്ര ശക്തരാണെന്ന് കരുതുന്നില്ല. RSSന് ഏറ്റവും അധികം ശാഖകളുള്ളത് കേരളത്തിലാണ്. പക്ഷെ അവർ ഇവിടെ ഒരു ശല്യക്കാരായിട്ടൊന്നും അങ്ങനെ പെരുമാറുന്നു. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ സംഘപരിവാർ എന്താണ് അജണ്ട മുമ്പോട്ട് വെച്ചത് നല്ല ഭംഗിയായിട്ട് LDF UDF നടപ്പിലാക്കും. രണ്ട് കക്ഷികൾ നടപ്പിലാക്കുന്നത് ആ ഒരു അജണ്ടയാണ്. ഇത് നേതാക്കളോ മറ്റു സൗകര്യങ്ങളോ ഒക്കെ പണിയാണ്. നമ്മുടെ കേരള നിയമസഭയിൽ 140 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഒരു നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. 141. ഒരു 16 പേര് സംവരണ മണ്ഡലങ്ങളിൽ വരുന്നവരുണ്ട്. 14 17. അത് 15 SC സംവരണം,
ഒരെണ്ണം, രണ്ടെണ്ണം പട്ടികവർഗ സംവരണം. ഐ.സി. ബാലകൃഷ്ണൻ നമ്മുടെ കേളുവെട്ടൻ ഇപ്പോൾ മന്ത്രി കേളു ആ രണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷ ഈ 140 MLA-മാരിൽ 60 പേര് ശൂദ്ര വിഭാഗം. അപ്പോൾ 60 പേരെന്ന് ശൂദ്രർ. ശൂദ്ര എന്നൊരു പദം ഉപയോഗിക്കുന്നു. ആ ശൂദ്രർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ നായർ സഹോദരങ്ങളാണ്. കണക്കൊണ്ടായിട്ടല്ല, ഞാനല്ല, അത് ദൈവം ഇട്ട പേരാണ്, നമുക്ക് കളയാൻ പറ്റില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ജാതി ഉണ്ടാക്കിയ ദൈവം ഇട്ടാണ് ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. പഞ്ചായത്ത് കൂടി തീരുമാനം എടുത്താൽ മാറ്റാൻ പറ്റില്ല, തീരുമാനം. ചാതുവർണ്ണ്യം മയാസൃഷ്ടം, മയൻ വിഷ്ണു സൃഷ്ടിച്ച കാര്യം അൻകൊടുക്കരുത് മാറ്റാൻ പറ്റില്ല. ഈ ശൂദ്രൻ എന്ന വിളി ഒരല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് മന്നം അപേക്ഷ കൊടുത്തു. അപ്പം മന്നം വെല്ലുവിളിച്ച കാര്യം ഇത് ഉണ്ടാക്കിയ മയനെയാണ്, മയൻ വിഷ്ണു. അപ്പൊ ഞാൻ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ തീരുമാനിച്ചുകൊണ്ട് പറയുന്നത് 60% ML 60 പേർ കൃത്യം നായർ കമ്മ്യൂണിറ്റി. മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ 21 പേര്, 11 പേര് നായരാണ്. KPCC-യുടെ നേതൃസ്ഥാനം പരിശോധിക്കാം, അതല്ലെങ്കിൽ CPM-ന്റെ നേതൃസ്ഥാനം പരിശോധിക്കാം. എങ്ങനെ ഈ ശൂദ്രപ്പട ഒന്നാം നിലയിൽ എത്തും? ആ പ്രവണതയുടെ പേരാണ് രാഷ്ട്രീയ. ആ പ്രവണത തന്നെയാണ് ഹിന്ദുസ്. അത് മോഡി വന്ന വഴിക്ക് സംഭവിച്ചൊന്നുമല്ല. അപ്പൊ രാഷ്ട്രീയ കക്ഷികളിൽ 8% മാത്രം ജനസംഖ്യയുള്ള ഈ സമൂഹം വമ്പിച്ച തോതിൽ അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തു. ഇനി മറ്റൊന്ന്, ഈ രാജ്യത്ത് ക്രൈസ്തവര്, ദലിത് ക്രൈസ്തവർ വർഷങ്ങളായൊരു പോരാട്ടം. അവരെ ST ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രസിഡൻഷ്യൽ ഓർഡർ വഴി കളഞ്ഞ അവർ അവകാശങ്ങൾ തിരുത്തി. ഇതിനൊക്കെ സാധാരണ ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഐക്യതയില്ല. അതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യത്തിലെടുക്കുമ്പോൾ ഒരു ഐക്യതയൊക്കെ ഉണ്ട് അല്ലേ? ഇനി നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന വാക്കാണ് നമുക്ക് ഐക്യതയില്ല. ഐക്യതയില്ലേ ഞാനിവിടെ വരുന്നു. നമ്മുടെ സമരം പോരാ സെക്രട്ടേറിയറ്റ് സംബന്ധിക്കുന്നത്. ഇതൊക്കെ ആവശ്യമില്ലാത്തൊരു പണിയാണ്. ഇത് ഇങ്ങനെ അല്ലെന്ന് പറയാൻ കാരണം, ഒരു സമരവും ചെയ്യാത്ത NSS 10% പേര് NSS എന്നല്ല, മുന്നോക്ക. അപ്പോൾ ഒരു സ്കീം, അതായത് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ പാസ്സാകുന്ന ഒരു ദലിത് ക്രൈസ്തവ കുട്ടിക്ക് 450 മാർക്കുണ്ടെങ്കിൽ 380 മാർക്കുള്ളൊരു നായര് നിങ്ങളെ കടന്ന് അവിടെ അഡ്മിഷൻ കിട്ടാൻ അയാളുടെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയാണ്. അപ്പം മെറിറ്റിനെ പോലും അട്ടിമറിക്കുന്ന സംവരം ഏറ്റവും അധികം ഒരു കൈയാണ്. അതിനൊരു ചർച്ച പോലുമില്ല. അവരൊരു സമരവും നടത്തിയിട്ടില്ല, ഒരു പ്രകടനവും നടത്തിയിട്ടില്ല. വരുന്നതിലെ ചില ഫോൺ കോളുകൾ മാത്രം മതി. രാഷ്ട്രീയ കക്ഷികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഈ കാര്യം സാധിക്കും. ഇതെന്ത് പ്രതിഭാസമാണ്? ഇത് ചർച്ച ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞാൽ പറയുന്ന ഞാൻ വർഗീയവാദി എന്ന നിലയിൽ കാര്യങ്ങളുടെ ഇത് വിവേചനമല്ല. ഞാനൊരു ജാതിക്ക് വേണ്ടിയല്ല വാദിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും അവൻ്റെ സമത്വവും സാഹോദര്യത്തിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു ജീവിത കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അവൻ്റെ അന്തസ്സും ആഭിജാത്യവും സമൂഹത്തെ നിലനിർത്താൻ കഴിയുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ അവകാശം നാളെ ഒരിക്കൽ ഈ പറയുന്നവർക്ക് നിഷേധിച്ചാലും നമ്മൾ അവർക്കൊപ്പം നീക്കണം. അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി വളരെ ഒരു വളഞ്ഞ വഴിക്കാണ് അകത്തേക്ക് വരുന്നത്. ഇതെല്ലാം തടയിടാൻ രാഷ്ട്രീയത്തിൽ പതിവായി പറയുന്നൊരു കാര്യം, നിങ്ങൾ രാഷ്ട്രപതിയെ നോക്കുക, അതെ ഒരു ദലിതാണ്. നിങ്ങൾ ഇന്ന നേതാവിനെ നോക്കുക, അതൊരു ദലിതാണ്. എന്തോ സൗജന്യം പോലെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി നാളെ ദലിത് ക്രൈസ്തവനായതുകൊണ്ടോ ദലിതനായതുകൊണ്ടോ തീരുന്ന പ്രശ്നങ്ങളല്ല ഞാൻ പറയുന്നത്. 10 മന്ത്രിമാരിവിടെ ഉണ്ടാകുന്നതോടെ തീരുന്ന പ്രശ്നമല്ല ഞാൻ പറയുന്നത്. മറിച്ച് തുല്യത എന്ന് പറയുന്നു, ഭരണഘടന വിവക്ഷിക്കുന്നു,
അവകാശങ്ങൾ, ഭരണഘടനയുടെ സാധ്യതകൾ ഇതിലെ മുഴുവൻ പൗരന്മാരിലേക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷ സംജാതമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പ്രതികരിക്കുന്ന അന്ന് യാഥാസ്ഥിതികമായൊരു സമീപത്വമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഇത്തരം കാര്യങ്ങളെ ഞാനൊരു പൊതു പ്രസംഗം കൂടിയാണ്. പലപ്പോഴും പറയാറുണ്ട്, ഇത്തരം യോഗങ്ങളിൽ വരുമ്പോൾ എന്നെ ഒരു അനാത്മീയനായി കാണുന്ന മനുഷ്യരേറെയുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഞാൻ പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യത്വമാണ് എൻ്റെ ചിന്തയുടെ ആധാരം. അത് ആ സമരങ്ങൾ നിലനിൽക്കും, ആ പോരാട്ടങ്ങൾ നിലനിൽക്കും. ആ പോരാട്ടങ്ങളുടെ ലക്ഷ്യം കൃത്യമായി നമ്മുടെ രാഷ്ട്രം വികസിക്കുന്ന ഭരണഘടനാദത്തമായ അവകാശങ്ങൾ നമ്മിലേക്ക് സന്നിവേശിക്കുക. ഇനി ഈ വർത്തമാനകാല കേരള പരിസ്ഥിതിയിൽ, ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യം ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ പ്രസക്തമായി വിശ്വസിക്കുന്നത്. നമ്മൾ എന്തിനാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത്? ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഇന്ത്യയിലെ തനി ഇന്ത്യൻസ്, ദ്രവീഡിയൻസ് ആയ നമ്മൾ, അത്ര ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന ഒരു സ്ഥിരം ആശയമാണ്, നമുക്കെന്തൊക്കെയോ പാരിതോഷികം, നമുക്കെന്തൊക്കെയോ ഗുണങ്ങൾ ഈ സുവിശേഷം പറഞ്ഞ ആളുകൾ, ഒറ്റ വാക്കി പറഞ്ഞ പാൽപ്പൊടിയും എന്താ വൈറ്റമിൻ ഗുളിയും ഒത്തിരി കെട്ടുകഥ ഈ രാജ്യത്ത് കേൾക്കാറുണ്ട്. ഞാൻ ഈ കെട്ടുകഥകൾക്ക് വരെ പോലും പറയും. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുക, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു ബോർഡിൽ നിന്ന് ഞാൻ പ്രസംഗിക്കും. ഏതാനും പേര് വന്ന ആ യോഗം കലക്കി ആക്രമിച്ചാൽ പിറ്റേന്ന് ചരിത്രകാരൻ ആ ലഹളക്കിടുന്നത് ആംഗ്ലിക്കൻ ലഹള. ലഹള എഴുതേണ്ടത് തല്ലിയവൻ്റെ പേരില്ല, തല്ലി കൊണ്ടവൻ്റെ പേരിലാണ് ലഹള എഴുതുന്നത്.